ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വെള്ളരിക്ക വെച്ച് നല്ലൊരു കറി ഉണ്ടാക്കാം. സദ്യ സ്പെഷ്യൽ പച്ചടിയാണ് ഇന്നുണ്ടാക്കുന്നത്. വെള്ളരിക്ക മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ കുരുവും തൊലിയെല്ലാം കളഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ കുരുവും തൊലിയെല്ലാം കളഞ്ഞ് എടുത്തു വച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്കിതൊരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ ഇതേപോലെ ചെറുതായാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. എല്ലാതും ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലിട്ട് കഴുകി വൃത്തിയാക്കി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ചെറിയ ടീസ്പൂണിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. ഇത് വെന്ത് വരുമ്പോൾ വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങി വരും. ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം തിളച്ച് വരുന്ന വരെ ഇതൊന്ന് മൂടി വയ്ക്കുക. വെള്ളരിക്ക നന്നായി തിളച്ച് വെള്ളരിക്കയിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി വെള്ളരിക്ക വെന്ത് ഇതിലെ വെള്ളമെല്ലാം വറ്റി വരണം. അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ ഇത് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഈ സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഒരു തേങ്ങയുടെ പകുതിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ചിരകി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളകും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഫൈനായിട്ട് അരച്ചെടുക്കാം. ഞാനിത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഇത് നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ വെള്ളരിക്കയിലെ വെള്ളമെല്ലാം വറ്റി ഇത് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളരിക്കയിലെ വെള്ളമെല്ലാം ഇതേപോലെ വറ്റി വരണം. ഇതേപോലെ വറ്റി വന്നില്ലെങ്കിൽ കറി ലൂസായിട്ട് പോവും. അതുകൊണ്ടാണ് ഇത് നന്നായി ഇതിലെ വെള്ളം വറ്റിച്ചെടുക്കണം എന്ന് പറയണത്. ഇനി നമുക്ക് തയ്യാറാക്കിയിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ചെടുക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. തേങ്ങ അരച്ചത് ഇതിൽ ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കുറേ നേരം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചെറുതായി ഒന്ന് ചൂടായി വന്നാൽ മതി. തേങ്ങയുടെ അരപ്പ് ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഫ്ലെയിമെല്ലാം ഈ സമയത്ത് ഓഫ് ചെയ്ത് വെക്കണം. എന്നിട്ട് നല്ല കട്ട തൈര് എടുക്കാം. ഈ തൈര് ഒന്ന് ടീസ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ഉടച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചാൽ മതി. ഇനി തൈര് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് നന്നായി മിക്സ് ആക്കിയിട്ട് എടുക്കാം. തൈര് ചേർത്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് പോരായി ഉണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ലേശം ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്നും കൂടി ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം. സദ്യക്ക് ഇലയിൽ വിളമ്പുമ്പോൾ ഇതേപോലെ നല്ല തിക്കായിട്ടാണ് ഇരിക്കേണ്ടത്. കടുക് താളിക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. അത് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. കടുക് താളിച്ചത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ടീസ്പൂൺ കൊണ്ട് ഒന്ന് ആക്കി കൊടുക്കാം. കടുക് താളിച്ചത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റുള്ള വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡിയാണ്. വെള്ളരിക്ക വെച്ച് ഇതേപോലെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. നല്ല കറിയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.